2024 നമുക്ക് കിട്ടിയ ഫ്ലാഗ്ഷിപ്പ് ഐഫോൺ അതാണ് ഐഫോൺ 16 പ്രോ. അതും ഐഫോൺ 16 പ്രോയും 15 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലൊന്നുമല്ല. അതും നമുക്കിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ വേർഷൻസ് എടുക്കാൻ നേരത്തും ഒരു ചെറിയ വേരിയേഷൻസ് മാത്രമാണ് ഇപ്പം അപ്ഗ്രേഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെയാണ് ഈ ഐഫോൺ 16 പ്രോയിലും. അതും ഇവിടെ അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ആ ഫീച്ചർ ഇപ്പം അവൈലബിൾ അല്ല. അതും നമുക്ക് അവൈലബിൾ ആവുന്നതെന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയാണ്. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുമ്പോൾ തന്നെ നമുക്ക് ഐഫോൺ 15 പ്രോ സീരീസിനകത്ത്, അതായത് പ്രോയിലും പ്രോ മാക്സിനകത്തും ഇത് കിട്ടുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു ഫീച്ചർ ഇല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 16 പ്രോ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിൽ വന്നേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സൈസ് വേരിയേഷൻ കുറച്ച് വന്നിട്ടുണ്ട്. അതായത് 16 പ്രോ എടുക്കുവാണെങ്കിൽ 16 പ്രോൻ്റെ ഡിസ്പ്ലേ സൈസ് ഇപ്പം 6.3 ഇഞ്ചാണ്. അതായത് 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പ്രോ മാക്സിനകത്ത് 6.9 ഇഞ്ചാണ് കിട്ടുന്നത്. അത് ഈ 6.3 ഇഞ്ച് സൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 15 പ്രോ 14 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 15 പ്രോ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 14 പ്രോ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അതും അവരിവിടെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെസൽസ് ഒരുപാട് ഷ്രിങ്ക് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഡയമെൻഷനും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വീതിയും വലുപ്പമൊക്കെ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ഈ 16 പ്രോ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫോണൊന്നും ആയിട്ടില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇൻ ഹാൻഡ് കംഫർട്ടൊക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ എങ്ങനെയായിരുന്നു അതേ കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു OLED പാനൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസർ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വ്യൂയിങ് ആംഗിൾസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതും പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ 2000 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് മിനിമം ബ്രൈറ്റ്നസ് ലെവൽ 1 നിറ്റ്സ് വരെ പോകണം. അപ്പോൾ നമ്മൾ ഒരു ഇരുട്ടുള്ളൊരു കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡിം ആവുന്ന രീതിയിലേക്ക് ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടും ഇതിന് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറയാൻ നേരത്ത് എനിക്ക് ഡിസ്പ്ലേക്കകത്ത് കംപ്ലയിൻസ് ഒന്നുമില്ല. ഇവിടുത്തെ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ 14 പ്രോ തൊട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അതും ആ ഒരു കാര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫേസ് ഐ ഡിയും വരുന്നുണ്ട്. അതും ഫേസ് ഐ ഡി അൺലോക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റാണ്, ആക്യുറസി നല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ പരമായിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 15 പ്രോയിൽ നിന്ന് ഡയറക്റ്റ്ലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ചെറിയ വേരിയേഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതൊരു നോർമൽ കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ചെറിയൊരു സൈസ് ഇൻക്രീസ് ഒരു മേജറായിട്ട് വന്ന അപ്ഗ്രേഡിങ് ഫീച്ചർ ഒന്നും അല്ല. ഇനി ഇതിൻ്റെ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് 15 പ്രോ എങ്ങനെയാണോ ഏതാണ്ട് അതേ കണക്കത്തൊരു ഡിസൈൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡയമെൻഷനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ചെറുതായിട്ട് വീതിയും വലുപ്പമൊന്നും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വെയിറ്റ് എന്ന് പറയുന്നത് 199 ഗ്രാംസ് ആണ് 16 പ്രോൻ്റെത്. 16 പ്രോ മാക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 227 ഗ്രാംസ് ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടിയ ഫോണൊന്നും അല്ല ഈ 16 പ്രോ എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് കൈ പിടിക്കുമ്പോൾ നല്ല ഇൻ ഹാൻഡ് കംഫർട്ട് കിട്ടുന്നുണ്ട്. അതും ഈ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല റിഫൈൻഡ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 15 പ്രോ തൊട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ കളറിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ടൈറ്റീനിയം കളർ, നാച്ചുറൽ ടൈറ്റീനിയം കളർ അവൈലബിൾ ആണ്. പിന്നെ വൈറ്റും ബ്ലാക്കും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ വന്നേക്കുന്നത് ഡെസേർട്ട് ടൈറ്റീനിയം എന്നൊരു കളറാണ്, ഒരു ഗോൾഡ് കണക്കത്തൊരു കളറാണ്. പക്ഷേ ഞാൻ എടുത്തത് നാച്ചുറൽ ടൈറ്റീനിയം ആണ്. കാരണം എനിക്ക് ആ ഡെസേർട്ട് ടൈറ്റീനിയത്തിനെ കാട്ടിയും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കളർ വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഐഫോൺ 12 സീരീസിനകത്താണ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിസൈൻ വന്നത്. അപ്പോൾ അതിനെ ഏറ്റവും റിഫൈൻ ചെയ്ത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന നല്ല അട്രാക്റ്റീവ് ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്തുള്ളത്. പക്ഷേ നമ്മൾ കണ്ടു പഴകിയൊരു ഡിസൈനാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല, നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിനകത്തുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്ത് കിട്ടുന്നത്. അതും ഡിസൈനകത്ത് ഒറ്റ കാര്യം മാത്രമേ നമുക്ക് വ്യത്യാസമായിട്ട് പറയാൻ പറ്റൂ. അതെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്ന ഒരു ബട്ടനാണ്. ഇതെന്ന് പറയുന്നത് ക്യാമറ കൺട്രോൾ എന്നാണ് ആപ്പിൾ പറയുന്നത്. അതായത് നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബട്ടനാണ്. ഇതൊരു ടാക്ടൈൽ സ്വിച്ച് തന്നെയാണ്. അതായത് ഇതൊരു ബട്ടൺ തന്നെയാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രസ്സോ അല്ലെങ്കിൽ ക്ലിക്കോ കിട്ടുന്ന ഒരു ബട്ടൺ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്തൊരു ടച്ച് സെൻസിറ്റീവ് ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടച്ച് ഫോമാറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇതിനകത്ത് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഏത് മെനുവിലാണെങ്കിലും നമുക്ക് നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. പിന്നെ നമ്മളൊരു സിംഗിൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേറൊരു ഫീച്ചർ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാമറ കൺട്രോൾ സെറ്റിംഗ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ക്യാമറ കൺട്രോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് ചില ഫീച്ചേഴ്സ് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സൂം ലെവൽ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഡെപ്ത് ലെവൽ മാറ്റണമെങ്കിൽ, പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ക്യാമറ എടുക്കണം, പിന്നെ സ്റ്റൈൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും അല്ലെങ്കിൽ ടോൺ സെറ്റിങ്ങിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഇവിടെ ഈ ഒരു സെറ്റിംഗ്, അതായത് നമുക്ക് ഇങ്ങനത്തെ പല പല ഓപ്ഷൻസിലേക്ക് പോകണമെങ്കിൽ സിംഗിൾ പ്രസ്സിന് പകരം ലൈറ്റ് ആയിട്ടുള്ള ഡബിൾ പ്രസ്സാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയില്ല, ഈ ലൈറ്റ് ആയിട്ടുള്ള സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിംഗിലേക്ക് കയറും. പിന്നെ അതിനകത്ത് നമുക്ക് ഫൈനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇവിടെ ഇങ്ങനത്തെ ഒരു പുതിയ കൺട്രോൾ വന്നാൽ അല്ലെങ്കിൽ ഒരു പുതിയ ബട്ടൺ കിട്ടിയ നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഉപയോഗിച്ച സമയത്ത് തന്നെ
ഞാൻ ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്രിഫർ ചെയ്തത് നോർമലി ഫോട്ടോ എടുക്കുന്ന രീതി തന്നെ ഫോട്ടോ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റിംഗ് നല്ല തന്നെയാണ്. പക്ഷേ ഞാൻ ഇത്ര ദിവസം ഉപയോഗിച്ചതിൽ വെച്ച് ഈ ബട്ടൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രിഫർ ചെയ്തതിൽ ഉപയോഗിക്കാനായിട്ട്. അതിന് പകരം നോർമലായിട്ട് ടാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇതിനി ആക്ഷൻ ബട്ടൺ കണക്കാവുമെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആക്ഷൻ ബട്ടൺ വന്നപ്പോൾ തന്നെ എല്ലാവരും ആദ്യമേ ഹൈപ്പായിട്ടാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കുന്ന രീതി ഒരുപാട് കുറഞ്ഞാണ്. മിക്കവരും അത് മ്യൂട്ട് അൺമ്യൂട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടേക്കുമായിരുന്നു. അത് ഇവിടെ ഈ ബട്ടൻ്റെ സെറ്റിങ്ങിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറ ഓപ്പൺ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നിഫയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതും ഈ ക്യാമറ കൺട്രോൾ ബട്ടണിനകത്ത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമായിരിക്കും. അതായത് വിഷ്വൽ ലുക്കപ്പ് ഫീച്ചർ എന്നൊരു കാര്യം ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് വരുമ്പോൾ വരുന്നുണ്ട്. അപ്പം അത് വന്നു കഴിയുമ്പോൾ ചിലപ്പം ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ക്യാമറ കൺട്രോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി അടുത്തത് ക്യാമറയിലേക്ക് പോകാം. ഇവിടുത്തെ ക്യാമറ നോക്കുവാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറയ്ക്കകത്ത് നമുക്ക് ബാക്കിൽ വരുന്ന 3 ക്യാമറ സിസ്റ്റമാണ്. അതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 48 മെഗാ പിക്സൽ ക്യാമറയാണ്. പിന്നെ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇവിടെ മാറിയിട്ടുണ്ട്, അതും ഒരു 48 മെഗാ പിക്സൽ ക്യാമറയായി മാറിയിട്ടുണ്ട്. പിന്നെ ടെലിഫോട്ടോ ക്യാമറ എടുക്കുവാണെങ്കിൽ നമുക്ക് 5x ടെലിഫോട്ടോ ക്യാമറ ഇപ്പോൾ പ്രോ വേരിയൻറ്റിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമുക്ക് പ്രോ മാക്സി മാത്രമാണ് കിട്ടിയത്, പക്ഷേ ഇപ്പം നമുക്ക് പ്രോ വേരിയൻറ്റിൽ അത് കിട്ടുന്നുണ്ട്. അതും ഇവിടുത്തെ ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോണിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. അതിപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നോർമൽ ലൈറ്റിലോ അല്ലെങ്കിൽ വളരെ ലൈറ്റ് കുറഞ്ഞ സമയത്ത് എടുത്താലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 Pro ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടില്ല. അതും ഇവിടുത്തെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒരു പുതിയ ക്യാമറ ആയിട്ട് പോലും എനിക്ക് അതിനകത്ത് അങ്ങനെ ഭയങ്കര വ്യത്യാസം അല്ലെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 Proൻ്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരെണ്ണം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കണ്ടീഷനിൽ ഫോട്ടോ എടുത്താലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. അതും വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച വീഡിയോ റെക്കോർഡിംഗ് തന്നെ പറയാനും പറ്റും. അതായത് വേറെ ഏത് ഫോണായിട്ട് കമ്പയർ ചെയ്താലും അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഈ 16 Pro തന്നെയാണ്. അതും വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് നമുക്കൊരു പുതിയ കാര്യം വരുന്നുണ്ട്. 4K 120 FPS നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ SSD കണക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് നമുക്ക് ഇവിടെ USB-C ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് SSD ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോക്ക് ഫോമാറ്റ് തന്നെ 4K 120 FPS എടുക്കാനും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഈ ഫോൺ തന്നെയാണ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇതിനെക്കാട്ടിക്ക് എനിക്ക് ക്യാമറയ്ക്കകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ആണ്. അതായത് നമുക്ക് ഈ വട്ടം ക്യാമറയ്ക്കകത്ത് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് iPhone 13 സീരീസ് വന്നതാണ്. പക്ഷേ ഇവിടെ അവർ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കുറേ കൂടെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ചും കൂടെ ബെറ്റർ ആയ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ടോണും കളറും ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതി സെറ്റ് ചെയ്തിട്ട് അതൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയത് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റിംഗ് ഫീച്ചറായിട്ട് തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്ന നേരത്ത് ഫ്രണ്ടിലുള്ളത് മുമ്പത്തെ അതേ സെയിം ക്യാമറ തന്നെയാണ്. അതായത് 15 Pro സീരീസിലുള്ള ക്യാമറ എങ്ങനെയാണോ അത് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യം പറയാൻ നേരത്ത്, ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയാൻ നേരത്ത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സെൽഫീസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൽഫീസാണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് സെൽഫി ക്യാമറയ്ക്കകത്തും ഒരു സ്ട്രോങ് ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ക്യാമറ കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററിക്കകത്ത് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് 16 Proയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അതായത് 15 Proൻ്റെ ബാറ്ററി മോശമായൊരു ബാറ്ററി ഒന്നും അല്ലായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ബാക്കപ്പാണ് എനിക്ക് ഈ 16 Proനകത്ത് കിട്ടിയത്. ഏതാണ്ട് ഒരു 15% ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയ കണക്കാണ് എനിക്ക് തോന്നിയിരുന്നത്. അതായത് മറ്റേത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ 16 Pro Max ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ആ ഫോണിനകത്ത് കിട്ടുന്നത്. അതും ഇവിടുത്തെ സ്ക്രീൻ ഓൺ ടൈമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉപയോഗത്തിനകത്ത് വെച്ച് എനിക്കൊരു 5.5 മണിക്കൂർ തൊട്ട് ഒരു 6 മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ചാർജിങ് നോക്കാൻ നേരത്ത് നമുക്ക് ഫാസ്റ്റ് വയർഡ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ മാക്സേഫ് ചാർജിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഫോണിനകത്ത് 25 വാട്ട് മാക്സേഫ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിലുള്ള മാക്സേഫ് ചാർജിങ് സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അതായത് ബാറ്ററി പരമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഈ ഫോണിനകത്ത് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ ഇനി നമ്മൾ പ്രൊസസ്സറിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ഹൈപ്പായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ അത് അവസാനം സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഫോൺസിൻ്റെയും പ്രോസസ്സിംഗ് പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തന്നെയാണ്. അപ്പോൾ അതേ കണക്കാണ് ഇവിടെയും കിട്ടിയേക്കുന്നത്. അത് ഈ 16 Proനകത്തും Pro Maxനകത്തും ഉപയോഗിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A18 Pro ചിപ്സെറ്റ് ആണ്. അത് ഇവിടുത്തെ റാം നോക്കുവാണെങ്കിൽ 8 GB റാമാണ് വരുന്നത്. അത് ഇവിടുത്തെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തുമില്ല. പിന്നെ ഇവിടെ റാം 8 GB ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ സപ്പോർട്ട് വരുന്നത്. അത് മാത്രമല്ല എനിക്കിവിടെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് ഫോൺസിൻ്റെ പ്രോസസ്സിംഗ് പവർ എടുക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്തൊരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ അതിനൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ആവും. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്
ഒരു 15 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഓവർ ഹീറ്റിംഗ് നടക്കുന്ന രീതി വന്നിട്ടില്ലായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ആപ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള യൂസോ അല്ലെങ്കിൽ നോർമൽ യൂസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഫോൺ ഒട്ടും ചൂടാവുന്നില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഹെവി ടാസ്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതിനൊക്കെ പുറമെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രൊസസ്സറും പിന്നെ റാമിനകത്ത് 8GB റാം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ടേം നോക്കാൻ നേരത്ത് ആ ഒരു രീതിയിൽ ഈ പ്രോസസ്സിംഗ് പവറോ അല്ലെങ്കിൽ ഈ പ്രൊസസ്സർ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ഫോൺ എന്ന് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് ഇനി പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈയും ബ്ലൂടൂത്തിൻ്റെ കാര്യം എടുക്കാൻ നേരത്ത് എനിക്ക് കണക്ഷൻ ഡ്രോപ്പോ റേഞ്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അതും വൈഫൈ വേർഷൻ വൈഫൈ 7ഉം ബ്ലൂടൂത്ത് വേർഷൻ ബ്ലൂടൂത്ത് 5.3 ആണ്. പിന്നെ നെറ്റ്വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നെറ്റ്വർക്കിനകത്ത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 15 Proയിൽ എങ്ങനെയാണോ നെറ്റ്വർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു രീതി തന്നെയാണ് വന്നേക്കുന്നത്. അതായത് റേഞ്ചിനകത്ത് കൂടുതലോ കുറവോ അങ്ങനെ വന്നിട്ടില്ല. അതായത് നെറ്റ്വർക്ക് പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്തായാലും കോമൺ ആയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 16 Proൻ്റെ കാര്യങ്ങൾ. അത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 15 Pro അല്ലെങ്കിൽ 14 Pro ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കത്തുമില്ല. അതായത് ക്യാമറ പരമായിട്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 15 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്ക് ക്യാമറ പരമായിട്ടും ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആകുമ്പോഴാണ്. അതല്ലാതെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പം പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ നിൽക്കുവാണ്, നിങ്ങൾക്കൊരു പ്രോ സീരീസ് ഫോൺ തന്നെ വേണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 15 Pro അല്ലെങ്കിൽ 14 Pro ഒക്കെ എടുക്കുന്നതിനെക്കാട്ടിയും സേഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ 15 Pro എടുത്താൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ 15 Proയിൽ താഴേക്കുള്ള ഒരു പ്രോ വേരിയൻസ് എടുക്കുന്നത് ഇപ്പം അത്ര നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് കൊടുത്ത് ഒരു പുതിയ പ്രോ സീരീസ് ഫോൺ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ എന്തായാലും ഇത് തന്നെയാണ് എനിക്ക് സോൾഡ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 14 Pro അല്ലെങ്കിൽ 15 Pro ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ ആ ഒരു അപ്ഗ്രേഡിങ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും 15 Pro ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് വന്നാലും ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നാൻ പോകുന്നില്ല. ആ വ്യത്യാസം എന്ന് പറയുന്നത് ആ ക്യാമറയ്ക്കകത്തുള്ള ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റും പിന്നെ നമുക്ക് ചിലപ്പോൾ സ്പീഡിനകത്തുള്ള കാര്യത്തിനകത്ത് തന്നെ AI ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിലപ്പോൾ ഇതിനകത്ത് കിട്ടുമായിരിക്കും. പക്ഷേ അതെല്ലാം നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസം എന്തായാലും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 Pro എന്നൊരു ഡയറക്റ്റ് അപ്ഗ്രേഡ് ഇതിനകത്തേക്ക് എന്തെങ്കിലും വേണ്ട. പിന്നെ 14 Pro ആണെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 13 Pro അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. എന്നാലും ഞാൻ പറഞ്ഞില്ലേ AI ഫീച്ചേഴ്സ് ലോഞ്ച് ആവുന്നവരെ 13 Pro തൊട്ട് മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണാണ് നിങ്ങളിലുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടോ തോന്നുന്നില്ല. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.